ജുമയുടെ കുളി ഫൽയഗ്തസിൽ എന്ന കൽപ്പനാക്രിയ വന്നതുകൊണ്ട് ആ കൽപ്പനാക്രിയ അമ്രല്ലേ, അമ്ര് വുജൂബിനല്ലേ, അതുകൊണ്ട് ജുമയുടെ കുളി വുജൂബാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷാഭിപ്രായം, ജുംഹൂറിൻ്റെ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം ജുമയുടെ കുളി വാജിബല്ല, അത് സുന്നത്താണ്. കാരണം ആ വിഷയത്തിൽ വന്ന മറ്റു ഹദീസുകളും സ്വഹാബത്തിന്റെ ചെയ്തികളും എല്ലാം വെച്ച് വെക്കുമ്പോൾ അത് മുസ്തഹബാണ്, സുന്നത്തായ കുളിയാണ് എന്നേ പറയാവൂ. അപ്പം ആ അഭിപ്രായ പ്രകാരം ജുമുഅ കുളിക്ക് ഉപയോഗിച്ച വെള്ളം, നമ്മളെ മസലപ്പതാണ് മുസ്തഹബായ ത്വഹാറത്തിന് ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞപ്പോഴാണ് ഉദാഹരണം എന്ത് പറഞ്ഞത്? കതജ്ദീദി വുളൂഇൻ, വുളൂഇനെ പുതുക്കും പോലെ. അപ്പം ഇത് പറഞ്ഞത് അമ്ര അസ്ലിയായിട്ട് വുജൂബിന്. ചില അമ്രുകൾ സുന്നത്തിന്റെ അർത്ഥത്തിൽ വരും, ചില അമ്രുകൾ അനുവദനീയം എന്ന അർത്ഥത്തിലും വരും. ഇപ്പോൾ സംഗതി ഹറാമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം അതിന് ഒഴിവാക്കി പറയുമ്പോൾ അമ്രു ഉപയോഗിച്ചാൽ ആ ഹറാമ് പറഞ്ഞ മുമ്പ് എന്താണോ വകുപ്പ് അതിലേക്ക് മടങ്ങുന്നതാണ്. ഒരു സംഗതി ഹറാം ഏതെങ്കിലും വിഷയമായി ബന്ധപ്പെട്ട റമദാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, നോമ്പുകാരായിരിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെന്ത് ചെയ്തു? സുമ്മത്തി മുസിയാമയിലൈൻ, രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുക. വകുലു വഷ്റബു, പിന്നെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. പ്രഭാതം വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വകുലു വഷ്റബു, അവിടെ കുലു, കുലു എന്ന വാക്ക് അമ്രാണ്, വഷ്റബു ആ വാക്കും അമ്രാണ്. നിങ്ങൾ തിന്നുവീൻ, നിങ്ങൾ കുടിക്കുവീൻ. ഏതുവരെ? പ്രഭാതം വരെ. ഇപ്പൊ പ്രഭാതം വരെ തിന്നൽ നിർബന്ധമാണോ? പ്രഭാതം വരെ കുടിക്കൽ നിർബന്ധമാണോ? അല്ല. ഇവിടെ ഉപയോഗിച്ച വാക്കോ അമ്രാണ്. അപ്പൊ അമ്ര വുജൂബിനല്ലേ? അമ്ര വുജൂബിനാണ്. ഈ അമ്ര വുജൂബിനല്ല. എങ്ങനെ മനസ്സിലായി? അപ്പൊ തിന്നാൻ പാടില്ല എന്ന് ഹുക്മ പറഞ്ഞു. നോമ്പുകാരായിരിക്കാൻ നിങ്ങൾ ഭക്ഷണം പാനിയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ രാത്രി വരെ നോമ്പെടുക്കണം. അപ്പൊ അവിടെ തിന്നൽ പാടില്ല. അപ്പൊ തിന്നൽ വിലക്കി. പിന്നെ അതിന് ശേഷം പിന്നെ പറയണം ഇനി നിങ്ങൾ തിന്നുക എന്ന് പറയുമ്പോൾ വിലക്കുന്നതിന് മുമ്പ് എന്തായിരുന്നുവോ വിധി, വിലക്കുന്നതിന് മുമ്പ് സുന്നത്താണോ എങ്കിൽ ഇത് സുന്നത്തായി മാറും. വിലക്കുന്നതിന് മുമ്പ് അനുവദനീയമാണോ എങ്കിൽ അനുവദനീയമായി മാറും. അപ്പൊ സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ മഗ്രിബ് വരെ നിങ്ങൾ നോമ്പുകാരായിരിക്കെ ഭക്ഷണം പാനീയം ഒഴിവാക്കണം. അല്ലാത്ത സമയത്ത് എന്താണ് വിധി? ഭക്ഷണ പാനീയങ്ങൾ വിധി എന്താണ്? അനുവദനീയാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? വകുലു വഷ്റബു എന്നാൽ നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക. വേണമെങ്കിൽ തിന്നാം, കുടിക്കാം. ഏതുവരെ? ഫജ്ർ വരെ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇവിടെ ഉപയോഗിച്ച അമ്രാണ്. പക്ഷെ ഈ അമ്ര് വുജൂബ് എന്ന അർത്ഥത്തിൽ മനസ്സിലായുണ്ടോ? ഈ അമ്ര് വുജൂബ് എന്ന അർത്ഥത്തിലല്ല, ഇത് അനുവദനീയമെന്ന അർത്ഥത്തിൽ. അപ്പൊ ഈ പിന്നെ ഹലർ അല്ലെങ്കിൽ തഹരീം, മൻഅ് വിലക്കിയതിനു ശേഷം പിന്നെ ഉപയോഗിക്കുമ്പോൾ അവിടെ അമ്രുണ്ടെങ്കിൽ ആ വിലക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നുവോ അതിന് നിയമം ആ നിയമത്തിലേക്ക് മടങ്ങും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം, സംശയിക്കാം. ജുമഅ പറഞ്ഞപ്പോൾ ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ജുമഅ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവീൻ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ നിങ്ങൾ തേടുവീൻ. അതായത് ആ ഫദ്ല് കച്ചവടങ്ങളൊക്കെ, വരുമാന മാർഗങ്ങളൊക്കെ. അപ്പൊ ഒരാൾ വാദിക്കുകയാണ് ജുമഅ കഴിഞ്ഞാൽ ഫന്തശിറൂ, അത് അമ്രാണ്. വബ്തഗൂ അതും അമ്രാണ്. അപ്പൊ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കട അടച്ചിടാൻ പാടില്ല, ജുമഅ കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ഫന്തശിറൂ ഫിൽ അർളി ഖുർആൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അമ്ര വുജൂബിനാണ്. അപ്പൊ ജുമഅ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് പോകൽ നിർബന്ധമാണ് എന്ന് വാദിച്ചാൽ അസ്ലി നിയമപ്രകാരം അയാൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ ഈ അമ്രിന് വുജൂബ് എന്ന അർത്ഥമില്ല. അപ്പൊ തെളിവ് എന്തായൊക്കെ ചോദിക്കാം, എന്താ തെളിവ്? അപ്പൊ തെളിവ് എന്താണ്? വിലക്കിയതിനു ശേഷം പിന്നെ പറഞ്ഞതാണ്. വിലക്ക് എവിടെയാണ്? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരണം. വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കണം, കച്ചവടം ഉപേക്ഷിക്കണം. അപ്പോൾ നിയമം വന്നു, കച്ചവടം ഒഴിവാക്കണം. പിന്നെ കച്ചവടം ചെയ്താൽ ഹറാമായി. ദറു അമ്രാണ്. വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കുവീ, അത് അമ്രാണ്. അപ്പൊ കച്ചവടം ഒഴിവാക്കൽ നിർബന്ധം, അത് വുജൂബിനാണ്. വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യൽ
ഹറാമായി മാറി. പിന്നെ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞാൽ വബ്തഗൂ മിൻ ഫദ്ലില്ലാ. അപ്പം ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറയണത്. അപ്പൊ പാടില്ല പറഞ്ഞതിന് മുമ്പ് എന്തായിരുന്നു വിധി, അതിലേക്ക് മാറും. അപ്പൊ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന മുമ്പ് കച്ചവടത്തിന്റെ ഹുക്കം എന്താണ്? അനുവദനീയാണ്. ബാങ്ക് കൊടുത്തതോടുകൂടി ഹറാമായി മാറി. നിസ്കാരം കഴിഞ്ഞാൽ വബ്തഗൂ മിൻ ഫദ്ലില്ലാ. അപ്പൊ അസിലേക്ക് പോയി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ കട തുറക്കാം. വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പോ അപ്പുറം കട തുറക്കാം. വെള്ളിയാഴ്ച ലീവാക്കണോ? വേണ്ട. ഷെയ്ഖ് ഹുസ്സൈൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉള്ള നമ്മുടെ എതിരതാണ്. ജൂതന്മാർ ശനിയാഴ്ച ലീവാണ്, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ലീവാണ്, മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ലീവല്ല, ഒരു വെള്ളിയാഴ്ച പണിയെടുക്കും. അതുകൊണ്ടാണ് വദറുൽ ബൈഅ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വദറുൽ ബൈഅ പറഞ്ഞ ആവശ്യമില്ലല്ലോ. മാത്രം നിസ്കാരം കഴിഞ്ഞാലും പറഞ്ഞു വബ്തഗൂ മിൻ ഫദ്ലില്ലാ. അപ്പൊ അന്ന് ജോലിക്ക് പോകാതെ ഇരിക്കുക എന്നുള്ളതല്ല വേണ്ടത്, അന്ന് ജോലി ചെയ്യുകയാണ് വേണ്ടത്. ഒരു ജുമായുടെ നേരമാകുമ്പോൾ അതൊക്കെ നിർത്തിവെച്ചിട്ട് ദിക്റുള്ളയിലേക്ക് വരിക. അതിൻ്റെ അവസാനത്തെ സമയമാണ്, ലാസ്റ്റ് ടൈം. അതാണ്. അതിന് മുമ്പ് നിർത്താൻ പാടില്ല അർത്ഥത്തിലോ. അവസാനത്തെ സമയം അവിടെ മുതലേ ഹറാമാകുന്നുള്ളൂ. ഹറാമാകുന്നത് അവിടെ മുതൽ. ചിലപ്പോൾ കച്ചവടം പള്ളി നേരെ അപ്പുറത്ത് തന്നെ ആയിരിക്കാം, അങ്ങനെ വരാലോ. അപ്പോൾ ഹറാമാകുന്ന സമയമാണത്. എന്നാൽ അതിന് മുമ്പേ അയാൾക്ക് വേണമെങ്കിൽ ഈ ഹറാം ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പൂട്ടിപ്പോരാം. ബാങ്ക് കൊടുക്കണ വരെ പറ്റും. ബാങ്ക് കൊടുത്തതോടുകൂടി പിന്നെ കച്ചവടം ഒക്കെ ഹറാമായി മാറി എന്നാണ് ഇപ്പം പറഞ്ഞത്. അമ്ര അടിസ്ഥാനമായി ഒരു അമ്ര വന്നാൽ നിർബന്ധം എന്ന അർത്ഥം കിട്ടും. എന്നാൽ ചില അമ്രുകൾ അതിൽ നിന്ന് മാറി മുസ്തഹബ് എന്ന അർത്ഥവും ചിലത് അനുവദനീയമാണ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം.